ലിയോ ലിയോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ ലിയോനെ കുറേ നാളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനെ കാണിക്കാറുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോയിൽ. അന്ന് കുഞ്ഞിലേ ഉള്ളപ്പോൾ കുളിപ്പിക്കാനും മേടിച്ചോണ്ടെന്ന് നോക്കിയല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആൾ 5-10 മാസമായി, ഇത്തിരി വലുതായിട്ടുണ്ട്. അപ്പോൾ ചെറിയ കൂടൊക്കെ നമ്മൾ അന്ന് കൂട്ടിലിട്ടുണ്ടായിരുന്നില്ലേ, വീടിൻ്റെ മേലെ തന്നെ ഇട്ട് വളർത്തുണ്ടായിരുന്നത്. ഇപ്പോൾ കുഞ്ഞി കൂടൊക്കെ സെറ്റാക്കി കൂട്ടിലൊക്കെ ഇട്ട് കൂട്ടിലിട്ടതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഇത്ര നാൾ കൂട്ടിലിടാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ആള് ഭയങ്കര 1, 2, 3, 4, 5 ദിവസം ഫുൾ ടൈം കരച്ചിൽ തന്നെയായിരുന്നു. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയാണ് കൂടൊക്കെ വെച്ച് നോക്കണം വീടിൻ്റെ മുന്നിൽ തന്നെയായിട്ട്. പക്ഷെ ആൾക്ക് എന്നാലും നമ്മൾ അതിനെ അഴിച്ചിടണം, 5 മിനിറ്റ് കൂടുമ്പോൾ അഴിച്ചിടണം. അതുപോലത്തെ ഒരു ഇതിലായിരുന്നു. ഇപ്പം ഇത്തിരി ആള് 4-5 ദിവസം കൂട്ടിൽ കിടന്ന് ഇത്തിരി ശീലമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിലെ കൊണ്ടുവന്നതാണ്. അപ്പൊ അവൻ എന്നെ മുകളിലാണ് കിടത്തിയിരുന്നത്. അപ്പൊ അവൻ അവിടെ ഓടി നടന്ന് അവന്റെ രാജ്യം പോലെ നടക്കിടന്നു. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഒരു കൂട് പണിതപ്പോ കൂട്ടിലാക്കിയപ്പോ കരച്ചിലാണ്. ഇയോനെ ചെറുപ്പത്തിൽ കൊണ്ടു അന്നേരം മുകളിലിട്ടെടുക്കാൻ ഇപ്പൊ കൂട് പണിത് അതിനെ കൂട്ടിലാക്കിയപ്പോ നുറുളി തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് അങ്ങോട്ട് കൊത്ത നിന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് കിടന്ന് പിന്നെ ഇന്നല്ലോ ഞങ്ങളുടെ ലിയോ കൊച്ചിലെ മുകളിലായിരുന്നെ. അവനത് ഒരാഴ്ചയായിട്ട് കൂട് മേടിച്ച് ഞങ്ങൾ അത് പോരാണ്ട് വന്നപ്പോൾ എൻ്റെ മോൻ അത് ഇത്തിരി നീട്ടി വലുതാക്കി എടുത്തു. എന്നിട്ട് സൗകര്യമാക്കി കൊടുത്തു. പക്ഷെ ആള് ഇറങ്ങിയിട്ടില്ല. ആൾക്ക് ദേഷ്യം വരെ എപ്പോഴും കരച്ചിലാണ്. അപ്പം അവന് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവന് സമാധാനം കിട്ടിയിട്ടില്ല. കരയന്നെ ലിയോ ഞാൻ അയച്ചിട്ടുള്ള ഗുസ്തികൾ കാണിച്ചുതരാം. വടി കണ്ട ആളിത്തിരി മാറിട്ടാ ഭാഷ. ചെറിയ 1-2 അടിയൊക്കെ കിട്ടണം, അപ്പോഴാണ് ശീലങ്ങളൊക്കെ മര്യാദക്കാണല്ലോ. പിന്നെ ചെരുപ്പൊന്നും കടിക്കില്ല, അതന്നെ ഒരു വലിയ ഉപകാരമുണ്ട്. ചെരുപ്പ്, ഫോൺ അങ്ങനത്തെ ഒന്നും എടുക്കില്ല. ആൾക്ക് ഇഷ്ടമുള്ളത് കുറെ വിറകും കഷ്ണങ്ങൾ എടുത്തോണ്ടിരും. ഇവിടെ കൊണ്ടൊന്ന് കടിച്ചു തിന്നും. മാവ് ഇപ്പൊ വെട്ടിയത് ഈ അടുത്ത്. അപ്പൊ മാങ്ങയുടെ അതൊക്കെ വീഴുമ്പോ മാങ്ങ എടുത്തോണ്ടിരാ, എന്നിട്ട് അത് കടിച്ച് ഇവിടെ ഇടാ. ഇതൊക്കെയാണ് പരിപാടി ആളെ. ഇതാണ് പരിപാടി. നിന്നെ നാട്ടുകാരൊക്കെ കാണണ്ടാ മര്യാദക്ക് സുന്ദരനായി നിന്നു. എനിക്ക് ലിയോ വഴി എടുക്കല്ലേ. നോ ലിയോ, നോ എന്ന് പറഞ്ഞാൽ എടുക്കരുതെന്നല്ലേ. പിന്നെ വടി എടുത്തല്ലേ, നമ്മൾ അടിക്കാൻ വേണ്ടി വടി എടുക്കാന്ന് തന്നെ ആൾക്ക് അറിഞ്ഞിട്ട് കസാരയുടെ അടിയില് നമുക്ക് വടി കൊണ്ട് അടിക്കാൻ പറ്റാത്തവിടത്ത് അവിടെയൊക്കെ പോയിരിക്കും. ബുദ്ധിയുണ്ട്, പക്ഷെ ആവശ്യമുള്ളപ്പോ എടുക്കില്ല എന്നുള്ളൂ. ഈ കൂട് ആദ്യം ഇത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാ. അപ്പം ഞാനിങ്ങനെ വെൽഡിങ് അറിയണ്ടായിരുന്നില്ല, പക്ഷെ ഇങ്ങനെ വെൽഡിങ് സെറ്റൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പോൾ കമ്പിയും പട്ടിയൊക്കെ മേടിച്ച് കൂടിത്തിരി വലുതാക്കി. അപ്പോൾ ആൾക്ക് അത്യാവശ്യം ഓടി നടന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതായത് നാളികേരം പൊതിക്കായിട്ട് കൊടുത്തിട്ടുണ്ടായി. അതൊരു ദിവസം പൊതിച്ച് ചോറ് വെള്ളമൊക്കെ വയ്ക്കാൻ. പിന്നെ ഈ കൂടിന് ഇങ്ങനെ ഡോറൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഡോറുണ്ട്. പിന്നെ കൂട്ടി കയറ്റാൻ ഈ ഡോറുണ്ട്. ആളീ ഇങ്ങനെ അയച്ചിട്ടാലും ഈ 2 സൈഡിൽ നമ്മൾ ഇങ്ങനെ ഈ മതിലിൻ്റെ സൈഡിൽ ഗ്രില്ല് വെച്ച് അടയ്ക്കും. അപ്പം പിന്നെ ഇവിടെ ഓടി നടന്നാലും പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഈ വീടിൻ്റെ ഈ സൈഡിലും ഇതുപോലെ മറച്ചുണ്ട്. അപ്പം അങ്ങനെ അപ്പം ഈ ഗേറ്റിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് പിന്നെ അങ്ങനെ ഉപദ്രവകാരിയൊന്നുമല്ല, വേറെ പ്രശ്നക്കാരനല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല.
പെട്ടെന്ന് ഒരാൾ കയറി വന്നാലും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ലിയക്ക് കൂട് ഇഷ്ടപ്പെട്ടിട്ടില്ല, അഴിച്ചിട്ടപ്പോഴുള്ള ഒരു സന്തോഷം വളരെയധികം ഉണ്ട്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് നോക്ക്, എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലേ. ഇപ്പം അവനെ കൂട്ടിലിട്ടാൽ കരഞ്ഞു തുടങ്ങും ഈ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അവന് അതെ കളിയായി ഞങ്ങളോട്, സന്തോഷം കൊണ്ട് ഇവന് സഹിച്ചുകൂടാ. ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും ഇങ്ങനെ വെറുതെ ഇരിക്കണ പരിപാടിയില്ല ആൾക്ക്. എന്നിട്ടെങ്കിലും ഇപ്പൊ കയ്യുമ്മക്ക് ഇങ്ങനെ കണ്ട നമ്മ വായൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കും. അടങ്ങി ഒതുങ്ങിയിരിക്കണ വീഡിയോ എടുക്കണ കണ്ടില്ലേ? ഒരു സെക്കൻഡ് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഡാഷ് ഇതുപോലെയാണോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടുത്തെ കണ്ട ഇങ്ങനെ നമുക്ക് ഒരു കണ്ട ഒരു ലിയോ നോ നോ എന്ന് പറഞ്ഞു കൊടുത്താൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആള് ഇടയ്ക്കൊക്കെ അനുസരിക്കണുള്ളൂ. അനുസരണ വളരെ കുറവാ ഈ അച്ഛമ്മ വളർത്തിയോണ്ട്. അപ്പോൾ ഇവനിപ്പോൾ എത്ര മാസമായി അച്ഛമ്മ? 10 മാസമായി. നിങ്ങളന്ന് കണ്ടപ്പോൾ കുഞ്ഞേ കുട്ടിയായിരുന്നു. ഇപ്പോൾ 10 മാസമായി. ഞങ്ങൾ ആദ്യം ഡോഗ് ഫുഡ് കൊടുക്കണ്ടായിരുന്നേ, പക്ഷെ ഇപ്പോൾ വീട്ടിലത്തെ എല്ലാ ഫുഡും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്കിപ്പോൾ മീനും ഇറച്ചിയൊക്കെ ഇല്ലാണ്ട് പറ്റാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മീൻ തലയൊക്കെ പൊരിച്ച് കൊടുക്കണം. അതാണ് ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടായി നിൽക്കണം. എന്തേ ആദ്യം തന്നെ ഇത്ര നാൾ കൂട്ടിലാണ്ട് കുറച്ചാള് ഇപ്പം പെട്ടെന്ന് കൂടൊക്കെ ആക്കി. ഇപ്പം ഈ അടുത്താണ് കൂടൊക്കെ ആക്കി സെറ്റാക്കിയത്. അപ്പം കൂട്ടിൽ കുറേ നാൾ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 1-2 ദിവസം ഈ എന്നിട്ട് കുറേയൊന്ന് ഈ കരച്ചിലായിരുന്നു. കരച്ചിൽ നിർത്തുണ്ടായിരുന്നില്ല. ഇപ്പൊ അയച്ചിട്ടിട്ട് ഇതാണ് പരിപാടി. ഇപ്പൊ സാധാരണ എങ്ങനെയാ ഒരു പട്ടി കുറച്ചു നേരം അയച്ചിട്ട് ഒന്ന് കളിച്ച് എവിടെയും സമാധാനമായിട്ട് കിടക്കണ്ടേ. ഇവനെ ആ ഒരു ശീലമില്ല. എങ്ങനെയാന്ന് വെച്ചാൽ അയച്ചിട്ടാ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കാം. അപ്പൊ കുറച്ച് കഴിയുമ്പോ നമുക്ക് അടങ്ങി നിൽക്കണില്ല എന്നുള്ളൊരു ഇത്. ഇങ്ങനെ പുറത്ത് പോവാ, എന്നിട്ടേലും കടിച്ചെടുത്തോണ്ടരാ ചവിട്ടിയിൽ കിടന്ന് കടിക്കുക. അതാണ് ആളുടെ മെയിൻ ഹോബി. അത് കിട്ടിയ ഒരു 1-2 മിനിറ്റത്തേക്ക് അത് കടിച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും പുറത്തിറങ്ങി ഉള്ള ബാക്കി പരിപാടീസാ. ലിയോ കമോൺ. അത് കൂടിൻ്റെ അടുത്ത് വെച്ചിട്ട് വിളിക്കണോണ്ടാന്ന് തോന്നുന്നുണ്ട്. കൂട്ടിയെ കാറ്റാണെന്ന് വിചാരിച്ചിട്ട്. ലിയോ കമോൺ, ലിയോ കമോൺ. എന്നിട്ട് വേണ്ട ഒന്നുമില്ല. ഇവിടെ ഓടി നടക്കണം. കൂട്ടില് കിടക്കാൻ ഇഷ്ടമല്ല. എന്തിട്ട് ചെയ്യാ, ആൾക്ക് കൂട്ടിന്ന് ഇറങ്ങി ഇവിടെ എല്ലാരും കണ്ട് കളിച്ച് നടക്കണം. ഗേറ്റും അതിലുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല അങ്ങോട്ട് പോക്ക്. പക്ഷെ എന്നാലും നമ്മ പിന്നിൽ കോഴീനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ ഈ കോഴിയുടെ സൗണ്ട് കേട്ടാ പിന്നിക്കുള്ള ഒരു ഓട്ട അല്ലടാ, അല്ലേ ലിയോയെ നോക്ക്. പിന്നെ പുതിയ വിശേഷങ്ങളായിട്ട് ലിയോയുടെ പുതിയ വിശേഷങ്ങളും അച്ഛമ്മയുടെയും അച്ചാച്ചൻ്റെയും ഒക്കെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോയിൽ വരാം. അപ്പോൾ ലിയോ താറ്റ് കൊടുത്തു സാധാരണ ഞാൻ ലിയോയ്ക്ക് താറ്റ് കൊടുക്കാറ്. അപ്പം ഇനി പുതിയ വീഡിയോയിൽ വരാം. ടാറ്റാ.